IBPS-ന്റെ 2022-23 കട്ട് ഓഫ് മാർക്സ് അവരുടെ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇത്രയൊക്കെ വാങ്ങിയാൽ മതിയോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വളരെയധികം സ്കോർ ഉണ്ടെങ്കിലേ പറ്റൂ, നമുക്ക് പറ്റുകയില്ല. ഓരോരുത്തരും അവരവരുടെ സ്വാഭാവികമായിട്ട് അവരുടെ എബിലിറ്റിയെ ചെറുതാക്കി കാണും. വളരെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. മാത്സിൻ്റെ ഏറ്റവും ഫസ്റ്റ് പറയാനുള്ള മാത്സിൻ്റെ നോക്കിക്കോളൂ. 2.25 മാർക്സ് വാങ്ങിയാൽ പോലും നമുക്ക് മാത്സിന് ക്വാളിഫൈ ചെയ്യുകയും ബാക്കിയുള്ളതിന് നമുക്കൊരു ഓഫീസർ ആവാൻ പറ്റും. കാരണം 2.25 മാർക്സ് മാത്രമല്ല, ബാക്കിയുള്ളതിന് അത് കവർ ചെയ്യത്തക്ക രീതിയിൽ വാങ്ങിയാൽ. അപ്പോൾ മാത്സുകാർക്ക് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റുകാർക്കും ഈക്വലായിട്ട് അവരുടെ പെർഫോമൻസ് മാക്സിമം കൂട്ടിക്കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും. അത് വ്യത്യസ്തമായിട്ട് മുൻ വർഷങ്ങൾ ഞാൻ കുറച്ച് നാളായിട്ട് ഈ സെപ്പറേറ്റ് ടൈമിംഗ് ഒരു സ്പെഷ്യാലിറ്റിയാണ്, എല്ലാവർക്കും അഡ്വാൻറ്റേജ് കിട്ടാനുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ നേരത്തെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇവർക്ക് മാത്രം ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. ഓരോന്നിൻ്റെ ടൈമും സെപ്പറേറ്റ് ആയിട്ട് കട്ടാവും. അപ്പോൾ നമുക്ക് മാത്സിൻ്റെ ടൈം മാത്രമേ മാത്സ് എടുക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് മാത്സിന് ഒരാളിന് 2.25 കിട്ടിയാൽ പോലും കട്ട് ഓഫ് മാർക്സ് അതിന് മുകളിൽ വന്നാൽ അവർക്ക് സ്കോർ ഈ പെർഫോമർ ആവാം. അപ്പോൾ പക്ഷേ ബാക്കിയുള്ളത് എവിടെ നിന്ന് വാങ്ങാം? റീസണിങ് അതുപോലെ തന്നെ 7 മാർക്സ് മതി. അപ്പം റീസണിങ് 7 മാർക്ക്, മാത്സ് 2.25 മാർക്ക്, ഇത്രയൊക്കെ വാങ്ങുന്നത് ഒരു ഹയർ സേഫ്റ്റിക്ക് ഞാൻ പറയുകയാണ്. റീസണിങ് 1.03 മാർക്സോളം വേണം. അതുപോലെ തന്നെ മാത്സിനാണെങ്കിൽ 1.7 മാർക്സോളം വേണം. അപ്പോൾ ഈ ഇത്രയും മാർക്ക് 1.03 1.3, അപ്പോൾ 1.3 1.7 റീസണിങ്ങിനും മാത്സിനും മേടിക്കുന്ന ഒരാൾ 5 ക്വസ്റ്റ്യൻ ശരിയായാലും നമുക്ക് ഈ റിക്വയർഡ് സ്കോർ കിട്ടും. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ 10 എണ്ണം വാങ്ങാം, 10 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കുക. 10 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കുമ്പോഴേക്കും നമുക്ക് വളരെ ഹയർ സേഫ്റ്റിയായി. 10 ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്കും നമുക്ക് റീസണിങ്ങും മാത്സിന് ഒരു എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫിനെക്കാട്ടി ഒരുപാട് മുകളിൽ വരാൻ പറ്റും. അത്രയൊരു എക്സ്പെക്റ്റേഷനെ നമ്മൾ മനസ്സിൽ അതിന് കൊടുക്കാവൂ. അല്ലാതെ എക്സാം കഴിയുമ്പോൾ ഭയങ്കര ഡെസ്പറേറ്റായി മാത്സ് ഭയങ്കര ടഫാണ്, റീസണിങ് ഭയങ്കര ടഫാണ്, എനിക്ക് പറ്റത്തില്ല, കിട്ടത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റാനാണ് ഞാനിത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നത്. പിന്നെ എവിടെ നിന്ന് വാങ്ങാം? പിന്നെ വാങ്ങുന്ന ഏരിയയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ജനറൽ എക്കണോമി, ബാങ്കിങ്, ഫിനാൻഷ്യൽ അവയർനെസ് നന്നായിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് 20-25 മാർക്ക് വാങ്ങാം. അത് 40 വരെ കിട്ടാനുള്ള കാര്യം നമുക്ക് ഒബ്ജക്റ്റ് ടൈപ്പാണ്, എസ് ഓർ നോ എന്നുള്ളൂ, കാൽക്കുലേഷൻസ് ഒന്നുമില്ല. നമ്മുടെ നോളജ് ബേസ് വെച്ച് കറണ്ട് അഫേഴ്സ് ഒരു 3 to 4 months കറണ്ട് കവർ ചെയ്യാമെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് എങ്ങനെയാണ്? അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെയിലി തന്നെ നമ്മൾ ന്യൂസ് റീഡിങ് വെക്കുന്നുണ്ട്. എല്ലാ ദിവസത്തെയും ന്യൂസ് നമ്മൾ റീഡ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഓരോ വീക്കിലെയും ഓരോ പർട്ടിക്കുലർ ചെറിയ ഗ്യാപ്പായിട്ട് എടുത്തിട്ട് പല മൊഡ്യൂളായിട്ട് എടുത്തിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വിസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാം നമ്മൾ അതിന് വളരെ ഇൻറ്റൻസീവായിട്ടൊരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയൊരു പീരീഡ് കൊണ്ട് അതിന് നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. അതാണ് ഓരോരുത്തരും അത് മനസ്സിലാക്കാനാണ് പ്രത്യേകിച്ച് ഈ വീഡിയോയുടെ റോള്. അത് കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് നമ്മൾ വലിയ പ്രയോറിറ്റി ഇല്ലാത്തതാണ്. ആദ്യ കാലങ്ങളിലൊക്കെ BSRB ഉണ്ടായിരുന്ന കാലത്ത്, ഫസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഉണ്ടായിരുന്ന കാലത്ത് ഇംഗ്ലീഷിന് ക്വാളിഫൈ ചെയ്താൽ മതിയാവും. ഇപ്പോൾ അതല്ല. ഇംഗ്ലീഷിന് എത്രത്തോളം സ്കോർ ചെയ്യാവോ നമുക്ക് അത്രത്തോളം അഡ്വാൻറ്റേജ് ഇതിനുണ്ടാക്കാം. ഇംഗ്ലീഷിന് അതുപോലെ ടൈം ഒരു പ്രോബ്ലമേ അല്ല. ഇംഗ്ലീഷിന് നമുക്ക് റീസണബിളായിട്ട് ടൈം കിട്ടും. ആ ഇംഗ്ലീഷിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് ഓഫ് 25 തന്നെ, ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവ് 25 ആണ്. ഈ 25 15-17 വാങ്ങാം. അതുപോലെ തന്നെ ഇംഗ്ലീഷിന് തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ട്. അത് ഔട്ട് ഓഫ് 40 നമുക്കൊരു 20 എങ്കിലും വാങ്ങാം. അപ്പം ഒരു 30-35 മാർക്സ് മിനിമം നമുക്ക് ഇംഗ്ലീഷിന് വാങ്ങാൻ കഴിയും. അത് ഓരോരുത്തരും ഒന്ന് ടാർഗറ്റ് ഇട്ട് പ്രോഗ്രാം ഇട്ടാൽ കുറച്ച് അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷൻസ് വളരെ കൃത്യമായിട്ടൊരു ക്വാളിറ്റി പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റൻസീവായിട്ട് ഇംഗ്ലീഷിന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് 35 മാർക്ക്. ഈ 35 നമ്മൾ നേരത്തെ പറഞ്ഞ റീസണിങ്ങിൻ്റെയും മാത്സിൻ്റെയും 10 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതും കൂടെ ആകുമ്പോഴേക്ക് വളരെ ഈസി ആയിട്ട്. പിന്നെ ജനറൽ അവയർനെസ് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊരു 20-25 മാർക്ക് വാങ്ങാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടോട്ടൽ വരുന്ന മാർക്ക് എത്രയാണ് നിങ്ങൾ നോക്കിക്കോളൂ. 71.25 ആണ്. ഔട്ട് ഓഫ് 225 71.25 മാത്രം വാങ്ങിയാൽ മതി. എന്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ഇതൊരു കാൽക്കുലേഷൻ നമ്മുടെ മനസ്സിലിരിക്കണം. ഹൗ വി ക്യാൻ റീച്ച് ദാറ്റ് 71.25. ഇനിഷ്യലായിട്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ തന്നെ മിനിമം നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് വാങ്ങാവുന്ന 35 കുറയ്ക്കാം. പിന്നെ എത്രയുണ്ട്? 37-38 മാർക്ക് മതി.
ഈ 37 മാർക്സ് എങ്ങനെ വാങ്ങാമെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള 3 ടോപ്പിക്ക് കിടക്കല്ലേ. അതിലേ ഞാൻ പറഞ്ഞ 20 മാർക്കെങ്കിലും ഡിസിപ്ലിൻ 20-25 മാർക്ക് വാങ്ങുക. പിന്നെ വരുമ്പോൾ എക്സസ് മാർക്ക് ആവും. വളരെ കൂടുതൽ മാർക്ക് നമുക്ക് 73 മതിയെങ്കിലും നമുക്ക് 80, 82, 83 ഒക്കെ വാങ്ങാൻ പറ്റും വളരെ ഈസി ആയിട്ട്. 10 ക്വസ്റ്റ്യൻ റീസണിങ്ങും മാത്സും ചെയ്താൽ അതിന് കിട്ടുന്ന സ്കോറും ജനറൽ അവയർനെസ്സിന് കിട്ടുന്ന സ്കോറും കൂടെ കൂട്ടിയാൽ പ്ലസ് ഇംഗ്ലീഷ് ടോട്ടലായിട്ട് കൂട്ടിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കൊരു 80 എബോവ് വാങ്ങാൻ പറ്റും. അതൊരു ടാസ്കേ അല്ല. പിന്നെ ഇൻ്റർവ്യൂ, ബാക്കി ഗ്രൂപ്പ് ഡിസ്കഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതാണ് ബാക്കി കാര്യങ്ങൾ. IBPS-നാണെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ ഇല്ല. SBIക്ക് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഗ്രൂപ്പ് ഡിസ്കഷനോട് ആഡ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഔട്ട് ഓഫ് 50 മാർക്സ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 20% അപ്പോൾ 20 മാർക്ക് 10%. ഔട്ട് ഓഫ് 50 ഒരു 20 മാർക്ക് കട്ട് ഓഫ് വാങ്ങിച്ചാൽ മതി ജനറൽ കാറ്റഗറി. ഇതിന് OBC ആകുമ്പോൾ അതൊരു 18 മാർക്ക് മതി. അതുപോലെ തന്നെ ഈ 71 എന്ന് പറയുമ്പോഴേക്കും OBC വരുമ്പോഴേക്കും നമ്മൾ എത്രയാണെന്ന് നോക്കുക. OBC ഇത് ജനറൽ കാറ്റഗറിയുടെ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. OBC വരുമ്പം 1-2 മാർക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 69 70 കാണുകയുള്ളൂ. ഇത് ജനറൽ കാറ്റഗറിയുടെ പ്രിൻ്റ് ഔട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പ്ലാൻ ചെയ്ത് വേണം നമ്മൾ പോകാൻ. എന്നിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺഫിഡൻസ് ലെവൽ അതാണ് നമ്മുടെ സക്സസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എക്സാം ഹാളിൽ ഉണ്ടാകുമ്പോൾ നമുക്കുള്ള ടെൻഷൻ ഒഴിവാകും. നമുക്ക് നന്നായിട്ടറിയാം മാത്സ് റീസണിങ് ഇത്രയും വാങ്ങിയാൽ മതി. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പെട്ടെന്ന് സ്കോർ ജമ്പ് ചെയ്ത് പോകുന്നില്ല, പെട്ടെന്ന് അങ്ങനെ ജമ്പ് ചെയ്യത്തില്ല. അത് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ടോട്ടൽ സ്കോർ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 70 ഒക്കെയാണ്. 71, 72, 69. ആ കോഡിൻ്റെ പീരീഡ് മാത്രം ചെറിയൊരു വേരിയേഷൻ വന്നത് കുറച്ച് ക്വസ്റ്റ്യൻ എക്സാം ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിളാക്കി. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും വളരെ പ്ലാൻഡ് ആയിട്ടൊരു പ്രോഗ്രാം ഇടുകയാണെങ്കിൽ ഇത് വളരെ ഈസി ആവും. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഓക്കെ, താങ്ക് യു.